നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നാളെ മുതൽ വീട്ടമ്മമാരെല്ലാവരും പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് മത്സ്യം വാങ്ങാത്ത വീടുകൾ ചുരുക്കമാണ് എന്ന് തന്നെ പറയാം. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഫോർമാലിൻ കലർന്ന മത്സ്യങ്ങൾ. ഇത്തരം മത്സ്യങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് തിരിച്ചറിയാനും സാധിക്കില്ല. അത്തരം അറിവില്ലായ്മ ചൂഷണം ചെയ്താണ് ഇവ വിപണിയിൽ വിറ്റഴിക്കുന്നത്. പലപ്പോഴും മത്സ്യ ലഭ്യത കുറഞ്ഞ സീസണുകളിലാണ് അധികവും ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ വിപണിയിൽ എത്തുന്നത്. പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് അധികവും ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ എത്തുന്നത്. ചൂര, സ്രാവ്, തിരണ്ടി തുടങ്ങിയ വലിയ ഇനം മീനുകളാണ് ഫോർമാലിൻ അടക്കമുള്ള രാസവസ്തുക്കൾ കലർത്തി എത്തുന്നത്. കാഴ്ചയിൽ പച്ചയാണെന്ന് തോന്നും. പാകം ചെയ്യുമ്പോൾ മാംസത്തിന് കറുത്ത നിറം ഉണ്ടാവുന്നതായും ചിലപ്പോൾ കറി പതയോടുകൂടി തിളച്ചു പൊങ്ങുന്നതായും പരാതി ഉയരാറുണ്ട്. ഇത്തരത്തിൽ ഫോർമാലിൻ കലർത്തിയ മത്സ്യങ്ങൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിലടക്കം ശക്തമായ കാര്യക്ഷമമായ പരിശോധനകൾ ആവശ്യമാണ്. കേരള തീരത്തെ മത്സ്യത്തിന്റെ 4/1 വിലയ്ക്ക് ലഭിക്കുന്ന മത്സ്യം കച്ചവടക്കാർ 4 ഇരട്ടി വിലയ്ക്കാണ് പൊതുവിപണിയിൽ വിറ്റഴിക്കുന്നത്. റോഡ് മാർഗം എത്തുന്നതിന്റെ 2 ഇരട്ടി മത്സ്യം ട്രെയിൻ മാർഗവും വഴി എത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്താനും സാധിക്കില്ല. ഫോർമാലിൻ തളിച്ച മത്സ്യത്തിന്റെ ചെകിള പൂക്കൾക്കും കണ്ണിനും നിറവ്യത്യാസമുണ്ടാകും. തൊലിപ്പുറത്ത് മിനുമിനുപ്പുണ്ടാകില്ല. അതുപോലെ തന്നെ ഈ ഒരു തൊലിപ്പുറത്ത് ദുർഗന്ധമുള്ള ദ്രാവകമുണ്ടാകും. കറിയാകുമ്പോൾ മാംസത്തിന് നിറവ്യത്യാസം, മൃദുത്വം ഉണ്ടാകുമെന്നും ഇത്തരത്തിലുള്ള മീൻ ഭക്ഷ്യയോഗ്യമല്ല എന്നും മുന്നറിയിപ്പുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സ്യങ്ങൾ കേടാവാതെ എത്തിക്കുന്നതിന് ശീതീകരണത്തിന് ഉൾപ്പെടെ പ്രത്യേക സൗകര്യങ്ങളുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ വാഹനത്തിനുള്ളിൽ മത്സ്യം സൂക്ഷിക്കുന്നതിനോ താപനില 14 ഡിഗ്രി, അതായത് -14 ഡിഗ്രി നിലനിർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ മത്സ്യത്തിന്റെ തൂക്കത്തിനൊപ്പം ഐസ് ഇട്ട് സൂക്ഷിക്കണം. യാത്രക്കിടയിൽ ഉരുകുന്നതിനനുസരിച്ച് ഐസ് കട്ടകൾ ഇട്ടുകൊടുക്കുകയും വേണം. ഇത്തരം മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ മിനി ലോറികളിലടക്കം മത്സ്യം കൊണ്ടുവരുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മത്സ്യം വാങ്ങുന്ന ആളുകൾ പ്രത്യേകമായി തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അത് ഭക്ഷ്യയോഗ്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള മത്സ്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.